ചില ആളുകളുടെ ജീവിതത്തിൽ മുസീബത്തുകൾ വിട്ടൊഴിയാതെ നിൽക്കുന്നത് കാണാം. അവരുടെ ശരീരത്തിൽ രോഗങ്ങളായിക്കൊണ്ട് കുടുംബത്തിലുള്ള ആളുകൾക്കുള്ള രോഗങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങളാണ് ചില വീടുകളിൽ എല്ലാവർക്കും. അതേപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾ, കച്ചവടത്തിലും മറ്റുമുണ്ടാകുന്ന നഷ്ടങ്ങൾ, കൃഷിയിലുണ്ടാകുന്ന നഷ്ടങ്ങൾ, കുടുംബാംഗങ്ങളിലും കുടുംബത്തിലുമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ, കുട്ടികളെ കല്യാണം കഴിച്ച് കൊടുത്തതിന് ശേഷമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ ശാരീരികം, സാമ്പത്തികം, മാനസികം തുടങ്ങി ഒരുപാട് മുസീബത്തുകൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ കാണാം. മാത്രമല്ല ചിലരുടെ ജീവിതത്തിൽ അത് വിട്ടൊഴിഞ്ഞു പോകാതെ ഉണ്ട് താനും. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് മുസീബത്തുകൾ ബാധിക്കുന്നത്? ഒരു പരിധിവരെ മുസീബത്തുകൾ ഇല്ലാതെയാകുവാൻ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഈ വിഷയത്തിൽ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. പരിശുദ്ധ ഖുർആനിലെ 42-ാം അധ്യായം സൂറത്തു ശൂറയിലെ 30-31 വചനങ്ങളിലൂടെ വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവനാണ് നമ്മളുടെ സ്രഷ്ടാവ്, അവനാണ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാ നിലക്കുമുള്ള പരീക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ നൽകുന്നവൻ അള്ളാഹുവാണ്. എന്നാൽ അതിൻ്റെ കാരണത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമാ അസാബക്കും മിൻ മുസീബത്തിൻ, എന്തൊരു മുസീബത്ത്, വിപത്ത്, ആപത്ത് നിങ്ങളെ ബാധിക്കുന്നുണ്ടോ അതെല്ലാം ബാധിക്കുന്നത് ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ തന്നെ കൈകൾ പ്രവർത്തിച്ചത് കാരണത്താലാണ്. വയഅഫു അൻ കസീർ, ധാരാളം കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് വിട്ടുതരികയാണ്, മാപ്പാക്കി തരികയാണ്. അപ്പോൾ ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, മനുഷ്യർക്ക് സംഭവിക്കുന്ന മുസീബത്തുകൾ, വിപത്തുകളെല്ലാം തന്നെ അത് മനുഷ്യൻ്റെ കൈകൾ തന്നെ പ്രവർത്തിച്ചതിൻ്റെ കാരണമാണ്. അവൻ്റെ തിന്മകൾ, അവൻ്റെ പാപങ്ങൾ, അവൻ്റെ ശ്രദ്ധക്കുറവുകൾ, അങ്ങനെ തുടങ്ങി എന്തെല്ലാമുണ്ടോ അതെല്ലാം ജീവിതത്തിലെ മുസീബത്തുകൾക്ക് കാരണമായി തീരുന്നു എന്നാണ്. മുഹമ്മദ് ബിൻ ജരീർ ഉത്തബരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ ശ്രദ്ധേയമായ ഒരു കാര്യം അദ്ദേഹം പറയുന്നത്, വമാ യുസീബക്കും അയ്യുഹന്നാസു മിൻ മുസീബത്തിൻ ഫിദ് ദുനിയാ ഫി അൻഫുസിക്കും വ അഹ്ലീക്കും വ അംവാലിക്കും. മനുഷ്യരെ, ജനങ്ങളെ, ഈ ദുനിയാവിൽ നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ സമ്പത്തിലും എന്തെല്ലാം മുസീബത്തുകൾ ഉണ്ടാകുന്നുണ്ടോ ഫബിമാ കസബത് ഐദീക്കും, അഥവാ ഫഇന്നമാ യുസീബുക്കും ദാലിക, അതൊക്കെ നിങ്ങളെ ബാധിക്കുന്നത്, ആ മുസീബത്തുകളൊക്കെ ബാധിക്കുന്നത് ഉഖൂബത്തൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ശിക്ഷ എന്നുള്ള നിലക്കാണ്. ഉഖൂബത്തൻ മിനല്ലാഹി ലക്കും ബിമജ്തറംതും മിനൽ ആസാമി, നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ, കുറ്റകൃത്യങ്ങൾ, ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന തിന്മകൾ കാരണത്താലും കുറ്റകൃത്യങ്ങൾ കാരണത്താലും അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ശിക്ഷകളാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിലെ പരീക്ഷണങ്ങളും മുസീബത്തുകളുമെല്ലാം തന്നെ. ആ തിന്മകൾ നിങ്ങൾ ആർക്കിടയിലെല്ലാം ചെയ്യുന്നുണ്ട്? ഫീമാ ബൈനക്കും, നിങ്ങൾക്കിടയിൽ തന്നെ. മാതാപിതാക്കളോട് അവരോടുള്ള ബാധ്യതകൾ നിർവഹിക്കാത്ത മക്കൾ, മക്കളോടുള്ള കടപ്പാടുകൾ നിർവഹിക്കാത്ത മാതാപിതാക്കൾ, അങ്ങനെ പരസ്പരം ളുൽമ ചെയ്യുന്ന മാതാപിതാക്കളും മക്കളും, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ, ളുൽമുകൾ, അവകാശങ്ങൾ നിഷേധിക്കൽ, അർഹതപ്പെട്ട കാര്യങ്ങളെ തടയൽ, മറ്റൊരാളുടെ അവകാശം വിട്ടുകൊടുക്കൽ, ഇതൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ മറ്റു പല പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അത് സംഭവിക്കുന്നു. അതേപോലെ തന്നെ അയൽവാസികളെ ഉപദ്രവിക്കൽ, കൂട്ടുകാരെ, നാട്ടുകാരെ ഉപദ്രവിക്കൽ, മറ്റുള്ളവരോടുള്ള ഹക്കിടപാടുകളിൽ വീഴ്ചകൾ വരുത്തൽ, ചതി, വഞ്ചന, കളവ്, പൂഴ്ത്തിവെക്കൽ, തട്ടിപ്പുകൾ, വെട്ടിപ്പുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, ഇത്തരത്തിലുള്ള തിന്മകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മുസീബത്തുകൾ സംഭവിക്കുന്നു. അതേപോലെ തന്നെ വബൈന റബ്ബിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ റബ്ബിനുമിടയിൽ, അഥവാ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അള്ളാഹു വിരോധിച്ച ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെ അള്ളാഹുവിനോട് തെറ്റുകൾ ചെയ്യുക. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകളെ, ചര്യകളെ ഒഴിവാക്കുക, ബിദ്അത്തുകളെ കൊണ്ടുവരിക, ദീനുൽ ഇസ്ലാമിൽ അറിയപ്പെട്ട കാര്യങ്ങളെ നിഷേധിക്കുക, അതിനെതിരിൽ പ്രവർത്തിക്കുക, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ മനസ്സിലാക്കി തന്ന മനഹജുകളെ കൈയൊഴിയുക. അതേപോലെ തന്നെ ഒരു സമൂഹത്തിൽ, ഒരു നാട്ടിൽ അറിയപ്പെടുന്ന നല്ലതായ കാര്യങ്ങളെ, ബുദ്ധിയുള്ള വിവേകമുള്ള ആളുകൾ അംഗീകരിക്കുന്ന കാര്യങ്ങളെ തള്ളിക്കളയുക. ഇതിലൂടെ എല്ലാം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വ്യക്തിജീവിതത്തിൽ പരസ്പരവും അതേപോലെ തന്നെ റഹ്മാനായ റബ്ബിനോടും നിങ്ങൾ ചെയ്യുന്ന തിന്മകൾ കാരണത്താൽ അള്ളാഹുവിൽ നിന്നുള്ള ഒരു ശിക്ഷ എന്നുള്ള നിലക്ക് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മുസീബത്തുകൾ ഉണ്ടാകുന്നത്. ധാരാളം കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിട്ടുതരികയാണ്. അതാണ് വയഅഫു അൻ കസീർ. പലതും അള്ളാഹു നിങ്ങളെ പിടികൂടാതെ വിട്ടുകളയുകയാണ്.
അതിൻ്റെ പേരിലെല്ലാം അള്ളാഹു നിങ്ങളെ പിടികൂടിയാൽ ഭൂമിയിൽ മനുഷ്യർക്ക് താമസിക്കാൻ കഴിയില്ല. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ചുരുങ്ങിയ വിഷയത്തിലാണ് മനുഷ്യനെ ശിക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ സംഭവിക്കുന്ന മുസീബത്തുകളൊക്കെ ഒരു പരിധിവരെ മനുഷ്യൻ്റെ കർമ്മങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അവൻ്റെ ചെയ്തികൾ, അവൻ്റെ പോരായ്മകൾ, അവൻ്റെ ശ്രദ്ധക്കുറവുകൾ, അവൻ്റെ അവഗണനകൾ, അതേപോലെ തന്നെ ഉപദേശങ്ങൾ സ്വീകരിക്കാത്ത അവൻ്റെ ധിക്കാരം, അഹങ്കാരം, പൊങ്ങച്ചം, ഇതെല്ലാം മുസീബത്തുകൾക്ക് കാരണമായിത്തീരുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 31-ാമത്തെ ആയത്തിൽ പറയുന്നത് വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർദ്, നിങ്ങൾക്ക് ഭൂമിയിൽ ഒരിക്കലും അള്ളാഹുവിനെ നിങ്ങൾക്ക് തോൽപ്പിച്ച് കളയാൻ കഴിയില്ല. വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അള്ളാഹുവിന് പുറമെ നിങ്ങളെ സഹായിക്കുവാനോ നിങ്ങളെ രക്ഷപ്പെടുത്തുവാനോ രക്ഷാധികാരികളോ സഹായികളോ നിങ്ങൾക്കില്ല. ഈ മുസീബത്തിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അതിന് നിങ്ങളുടെ തിന്മകളാണ് കാരണമെന്ന് പറഞ്ഞതിന് ശേഷം ഇക്കാര്യം പറയാനുള്ള കാരണം അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്, പ്രവാചകന്മാരെ ധിക്കരിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും സുഖകരമായൊരു ജീവിതം നയിക്കാൻ സാധിക്കില്ല എന്നാണ്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകുന്നത് വമൻ യഅമൽ മിനസ് സാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ തയ്യിബ, വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് അഥവാ തൗഹീദ് സ്വീകരിച്ചുകൊണ്ടും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടും ആണാകട്ടെ പെണ്ണാകട്ടെ ജീവിച്ചാൽ അവർക്ക് നല്ല ജീവിതം നൽകുമെന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതില്ലാതിരിക്കുന്നത് പലപ്പോഴും ഈമാനിൽ അബദ്ധങ്ങൾ സംഭവിക്കുമ്പോഴാണ്, കർമ്മങ്ങളിൽ അബദ്ധങ്ങൾ സംഭവിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ തോൽപ്പിച്ച് കളയാൻ ആർക്കും സാധ്യമല്ല. അള്ളാഹുവിന് പുറമെ നമ്മെ രക്ഷിച്ച് കളയാൻ ഒരു വ്യവസ്ഥക്കും സാധ്യമല്ല, ഒരു വ്യക്തിക്കും കഴിയില്ല. അപ്പോൾ ഖുർആനിനെയും സുന്നത്തിനെയും ഒക്കെ മാറ്റിവെച്ച് മറ്റുള്ളവർ പറയുന്നത് കേട്ടുകൊണ്ട്, നാട്ടുനടപ്പനുസരിച്ചുകൊണ്ട്, പലരും എഴുതിയതും പറഞ്ഞതുമൊക്കെ അംഗീകരിച്ചുകൊണ്ട് പലരുടെയും ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ചാൽ വിജയിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കേണ്ടതില്ല. അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ സ്വസ്ഥതയും സമാധാനവുമുള്ള ഒരു ജീവിതം ഉണ്ടാവുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൂർവികരായ ആളുകൾ, സഹാബികളും സലഫുസ് സാലിഹ്യങ്ങളിൽപ്പെട്ടവരും അവരുടെ ജീവിതത്തിൽ ഒരു മുസീബത്തുണ്ടായാൽ അവർ തിരിഞ്ഞു നോക്കും തങ്ങളുടെ ജീവിതത്തിലേക്ക്. അവിടെ വല്ല പോരായ്മയും സംഭവിച്ചിട്ടുണ്ടോ, അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള അനുസരണക്കേട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് അവർ പരിശോധിച്ചത്. നമ്മളിൽ പലരും മുസീബത്തുകൾ ഉണ്ടാകുമ്പോൾ അതിന് ഭൗതികമായ കാരണങ്ങളാണ് അന്വേഷിക്കാറുള്ളത്, അതിൻ്റെ മതപരമായ കാരണങ്ങൾ അന്വേഷിക്കാറില്ല. അത് വളരെ ഗുരുതരമായ ഒരു അബദ്ധമാണത്. മറിച്ച് നാം നമ്മിലേക്ക് തിരിയുക, മറ്റുള്ളവരിലേക്ക് ചൂണ്ടിക്കാണിക്കാതെ, കുറ്റങ്ങൾ മറ്റുള്ളവരുടെ മേൽ ചാർത്താതെ, മറ്റു ഭൗതിക കാരണങ്ങളിലേക്ക് പോവാതെ പരിശോധിക്കുക, നാം അബദ്ധങ്ങളും തിന്മകളും ചെയ്തിട്ടുണ്ടോ. ഒരു തിന്മയും ചെയ്തതായി നമ്മൾ ഓർക്കുന്നില്ലെങ്കിൽ അറിയുക അത് നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നൽകുന്ന മുസീബത്തുകളാണ്. നമ്മൾ ക്ഷമ അവലംബിച്ചാൽ അതിന് പ്രതിഫലമുണ്ട്, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, സ്വർഗ്ഗത്തിൽ ദറജകൾ വർദ്ധിപ്പിക്കപ്പെടും. അതല്ല, നമ്മൾ പാപികളാണ്, തിന്മകൾ ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ഇസ്തിഗ്ഫാർ, എല്ലാ അമ്പിയാക്കളും സമൂഹത്തോട് പറഞ്ഞത് ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, പാപമോചനം തേടൂ, എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും, സമ്പൽ സമൃദ്ധി നൽകും, ഐശ്വര്യം നൽകും, ശക്തി നൽകും. പക്ഷേ ഇസ്തിഗ്ഫാർ വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസീബത്തുകൾ കൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെടുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തുക. അവിടെ ഖുർആനിനെതിരായ, ഹദീസുകൾക്കെതിരായ, സലഫുസ് സാലിഹ്യങ്ങൾ പഠിപ്പിച്ച മര്യാദകൾക്കെതിരായ ധാരാളം കാര്യങ്ങൾ കാണാൻ സാധിക്കും. അക്കാരണത്താൽ അള്ളാഹു നൽകുന്ന ശിക്ഷകളാണ് പല മുസീബത്തുകളും. അത് തിരിച്ചറിഞ്ഞ് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി നമ്മുടെ നിലപാടുകൾ നമ്മൾ നന്നാക്കി തീർത്താൽ ഇൻഷാ അള്ളാഹ് തീർച്ചയായും നല്ലൊരു ജീവിതം ഈ ലോകത്തും പരലോകത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്.